ഏവർക്കും നമസ്കാരം. ഞാൻ ബിജുകുമാർ, ശ്രീ വൈഷ്ണവ ജ്യോതിഷാലയം, കോട്ടയ്ക്കകം, തിരുവനന്തപുരം. നമുക്ക് 2025 മെയ് മാസം 15-ാം തീയതി മാറുന്ന വ്യാഴമാറ്റം പുണർതം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം മിഥുനം, കർക്കിടക കൂറുകളിലായിട്ടാണ് പുണർതം നക്ഷത്രം കിടക്കുന്നത്. അപ്പോൾ പുണർതം നക്ഷത്രത്തിൻ്റെ മിഥുനക്കൂറുകാർക്കും കർക്കിടകക്കൂറുകാർക്കും അത്ര ഗുണകരമായിട്ടുള്ള ഒരു വ്യാഴമാറ്റമല്ല. എന്നിരുന്നാലും മിഥുനക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം വലിയ കുഴപ്പമില്ലാത്ത ഒരു മാറ്റമാണ്. അപ്പോൾ അവർക്ക് ഈശ്വരാധീനം കൊണ്ടുണ്ടാകുന്ന അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു സ്വഭാവ സവിശേഷതകൾ ഉണ്ടാകുമ്പോൾ ഉണ്ടാകുന്ന നഷ്ടസാധ്യതകളും തടസ്സങ്ങളൊക്കെ മാത്രമേ കാണത്തുള്ളൂ. അവർക്ക് നമ്മുടെ ഒരു പ്രവർത്തന മേഖല വളരെയധികം നല്ലതുപോലെയൊക്കെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. എന്നാൽ വീട്ടുകാര്യങ്ങളിലൊക്കെ ചില തടസ്സങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകാൻ സാധ്യത കാണുന്നുണ്ട്. അതുപോലെ ധനപരമായിട്ടുള്ള കാര്യങ്ങളിലൊക്കെ ചില മന്ദത വരാൻ സാധ്യതയുണ്ട്. എന്നാൽ ബിസിനസ് മേഖലകളിലും വിദ്യാർത്ഥികൾക്കൊക്കെ കാലം നല്ല അനുകൂലമായിരിക്കും. പ്രൊഫഷണൽ വിദ്യാഭ്യാസത്തിലുള്ള ആൾക്കാരൊക്കെ നല്ല രീതിയിലൊന്ന് മുന്നോട്ട് പോകാൻ സാധിക്കുന്ന കാലഘട്ടമാണ് ഈ വ്യാഴമാറ്റത്തിൽ. പുണർതം നക്ഷത്രക്കാരിൽ മിഥുനക്കൂറുകാർ. അപ്പം മിഥുനക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം അത്ര വലിയ ബുദ്ധിമുട്ടുകളില്ല. പക്ഷേ നമ്മൾ പല കാര്യങ്ങളും നമ്മൾ സ്വയമേ ചിന്തിക്കുന്നത് കൊണ്ട്, അല്ലെങ്കിൽ വളരെ ലേസിയായി ചിന്തിക്കുന്നത് കൊണ്ട് കാര്യങ്ങളെല്ലാം ശരിയായി വരുമെന്നൊക്കെ ചിന്തിക്കുന്നതുകൊണ്ട് അതങ്ങനെയൊക്കെ നടന്നോളും, അല്ലെങ്കിൽ അതൊക്കെ അങ്ങനെയൊക്കെ തന്നെ എന്നൊക്കെ ചിന്തിച്ച് മാറി നിൽക്കുന്നത് കൊണ്ടുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളല്ലാതെ ബിസിനസ് മേഖലകളിലും വിദ്യാഭ്യാസ മേഖലകളിലുമൊക്കെ നമുക്ക് നല്ല ഒരു നേട്ടമുണ്ടാകും. നമ്മളായിട്ടുണ്ടാക്കുന്ന കുറേ തടസ്സങ്ങൾ, അങ്ങനെയാണ് നമ്മൾ ഈ ഒരു വ്യാഴമാറ്റത്തെ നമ്മൾ കാണുന്നത്. അപ്പോൾ പ്രവർത്തന മേഖലകളൊക്കെ വിപുലീകരിക്കാൻ സാധിക്കും. കുടുംബാംഗങ്ങളുമായിട്ടൊക്കെ തർക്ക വിഷയങ്ങൾ വരാം ഈ പുണർതം നക്ഷത്രക്കാരിൽ മിഥുനക്കൂറുകാർക്ക്. കർക്കിടകക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം വ്യാഴൻ നമുക്ക് അത്ര അനുകൂലനല്ല. അപ്പോൾ പല കാര്യങ്ങളിലും നമുക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കിത്തരാൻ ചാൻസ് ഉണ്ട്. അപ്പം അതുകൊണ്ട് ഈ കർക്കിടകക്കൂറുകാർ, പുണർതത്തിൻ്റെ അവസാന കാൽഭാഗം നക്ഷത്രക്കാർ വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തുക, മഞ്ഞ വസ്ത്രങ്ങൾ കൂടുതലായിട്ട് ധരിക്കുക, വിഷ്ണു ക്ഷേത്രത്തിൽ പാൽപ്പായസത്തിന് കൊടുക്കുക, വിഷ്ണു സഹസ്രനാമം ജപിക്കുക, ഗുരുജനങ്ങളെ ആദരിക്കുക, ബഹുമാനിക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ അവർ ചെയ്യണം.